മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹോണ്ട ഡിയോ 125 ആണ് നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ കൊണ്ടുവന്നത്. ഇത് പ്രോപ്പർ 2024 മാനുഫാക്ചർ വണ്ടിയാണ്. 2023 വണ്ടി ആളുകൾ കൊണ്ടുവന്നിട്ട് 2024 എന്ന് പറഞ്ഞ ഡീറ്റെയിൽ തരികയല്ല, പ്രോപ്പർ 2024 വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ 2024 മോഡലായി വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ചേഞ്ച് ആയിട്ടുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്, എന്ത് കോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഈ ബാർകോഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട 25/1/2024 പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വർഷം 2024 വർഷം ഈ വാഹനം, ഈ സ്കൂട്ടർ നമ്മൾ ഇത്ര വില കൊടുത്ത് എടുക്കുന്നത് നമുക്ക് വെർത്താണോ എന്ന് കൂടി ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മറക്കാതിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ മിററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ മിറർ നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മിറേഴ്സാണ് രണ്ട് സൈഡിലും വരുന്നത്. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കളർ ടോൺ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്കും മാറ്റ് ബ്ലാക്കും കൂടാതെ കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് കൂടെ വന്നിട്ടുണ്ട്. ഇത് കാർബൺ ഫൈബറിൻ്റെ ഫിനിഷാണ്. അത് കൂടാതെ വൈസർ കവർ കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്ക് ആവും. അത് കൂടാതെ LED DRLs ആണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയുള്ള പോർഷൻ കണ്ടു, അത് മാറ്റ് ബ്ലാക്ക് ആയിട്ട് വരും. 3 കളർ ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടി നല്ല അൾട്ടിമേറ്റ്, നല്ല ഭംഗിയുള്ള നല്ലൊരു സ്പോർട്ടി ഡിസൈൻ കിട്ടാനായിട്ടാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഹോണ്ടയുടെ സ്റ്റിക്കർ വരുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ആ ക്ലാമ്പ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2024 മോഡലിൻ്റെ ബോഡി ഗ്രാഫിക്സ് ചേഞ്ച് ആയിരുന്നു. കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഡ്യുവൽ കളർ യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ബോഡി ഗ്രാഫിക്സ് ആണ് ഡിയോൻ്റെ ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിലും കമ്പനി കൊടുത്തേക്കുന്നത്. അതുകൂടാതെ മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് മഡ് ഗാർഡിനും അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഗ്രാഫിക്സ് ഉള്ള ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് കാർബൺ ഫൈബറിൻ്റെയും മാറ്റ് ഫൈബറിൻ്റെയും അഡീഷണൽ ബോഡി പാർട്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വണ്ടിക്ക് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാനത് വാഹനത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെം ട്യൂബിന് കുറച്ചുകൂടി മറ്റ് കമ്പയർ ചെയ്യുന്ന സ്കൂട്ടേഴ്സിൻ്റെ സ്റ്റെം ട്യൂബിനേക്കാളും വലിപ്പം ഉണ്ടാകും. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചാട്ടം വരുമ്പോൾ അത്ര എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് വണ്ടിയും അത്ര എഫക്റ്റ് ചെയ്യില്ല. വണ്ടി ചാടുന്നുണ്ടാകും, പക്ഷേ നമ്മളെ യാത്രക്കാരെ അത് എഫക്റ്റ് ചെയ്യില്ല. ടയർ വരുന്നത് ട്യൂബ്ലെസ് ടയറാണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ വരും. അലോയ് വീൽസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ എല്ലാം ഡ്രം ബ്രേക്സ് ആയിരിക്കും. ഹൈ എൻഡ് മോഡലിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡിലും ഈ സെയിം ബോഡി ഗ്രാഫിക്സ്, ഡ്യുവൽ ടോൺ ആയിട്ടുള്ള അടിപൊളി ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡിന് രണ്ട് സൈഡിലും അഡീഷണൽ റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കളർ ടോൺ വരുന്നത്. സിൽവർ, നിയോൺ കളർ വരും, നടുവിൽ ഗ്ലോസി ബ്ലാക്ക് വരും, പിന്നെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആവർത്തിക്കും. ഈ ഒരു സ്പോർട്ടിനെസ് മഡ് ഗാർഡ് തുടങ്ങി ബാക്ക് പോർഷൻ വരെ കവർ ചെയ്യാനായിട്ട് കമ്പനി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് ആകെ 1260 mm ആണ്. ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് 171 mm ആണ്. 104 കിലോ ആണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ 171 ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു റോഡിലും വാഹനം പെട്ടെന്നൊന്നും അടിയിടിക്കില്ല. എത്ര കുഴി ചാടിയാലും പമ്പി ചാടിയാലും താഴെ ഇടിക്കുന്ന പ്രശ്നം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കോക്പിറ്റ് വരുന്നത്. ഡ്യുവൽ കളറാണ് ഇതിലും വരുന്നത്. ഗ്ലോസി ബ്ലാക്കും മാറ്റ് ബ്ലാക്കും കലർന്നുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഫ്രണ്ട് പോർഷനിൽ ഒരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് വരും. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ലേഡീസിൻ്റെ മണി പേഴ്സ്, ഹാൻഡ് ബാഗ്, ചെറിയ ഹാൻഡ് ബാഗ് എല്ലാം അതിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലത്തെ സൈഡിൽ വരുമ്പോൾ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള കീ സ്വിച്ച് വരുന്നുണ്ട്. ഈ കീ സ്വിച്ചിൽ തന്നെയാണ് ബൂട്ടും അതുപോലെ തന്നെ ഫ്യൂൽ ലിഡും ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷനൊക്കെ ആകുമ്പോൾ കീസ് എല്ലാം മാറി സ്മാർട്ടും അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള കീസ് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഡ്യുവൽ ടോൺ ആണ് ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ കാർബൺ ഫൈബറിൻ്റെ ട്രിംസും വരുന്നുണ്ട്. ഇതുപോലെ ഗ്ലോസി ബ്ലാക്ക് ട്രിം വരുന്നതിൻ്റെ താഴെയായിട്ട് കാർബൺ ഫൈബറിൻ്റെ ട്രിം വരുന്നുണ്ട്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എർണോമിക് ആയിട്ടുള്ള വളരെ ഗ്ലോസി ആയിട്ടുള്ള സ്വിച്ചസാണ്. ഇടത്തെ സൈഡിൽ വരുമ്പോൾ നമുക്ക് ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, അതുകൂടാതെ ഹോണിൻ്റെ സ്വിച്ചാണ് വരുന്നത്. സെയിം സ്വിച്ചസ് തന്നെയാണ് ആക്റ്റീവ് 125ഉം ആക്റ്റീവ് 110 വരുന്നത്. വലത്തെ സൈഡിൽ വരുമ്പോൾ സിംഗിൾ സ്വിച്ച് ആയിരിക്കും. സെൽഫ് സ്റ്റാർട്ടിൻ്റെയും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ബട്ടൺ അതിലാണ് വന്നത്. 2024 മോഡൽ ഹോണ്ട ഡിയോയ്ക്ക് വരുമ്പോൾ ഫുൾ ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് ഇപ്പോൾ ന്യൂ ജനറേഷൻ വണ്ടികൾ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിപ്പമുള്ളതും വീതിയുള്ളതുമായുള്ള സീറ്റാണ് ഹോണ്ട ഡിയോ 125 വരുന്നത്. 2 പേഴ്സൺസിന് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന സീറ്റ് സ്പേസ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. കൂടാതെ ബാക്ക് സൈഡിൽ ഗ്രാബ് റെയിൽ വരുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ പവറിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഡിയോ 125 ഒട്ടും പുറകിലല്ല. വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി 22 ലിറ്ററാണ്. 22 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു എമൗണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ സെഗ്മെൻറ്റിൽ തന്നെ എല്ലാം തന്നെയും 21-22 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു നല്ലൊരു ഹെൽമെറ്റും പിന്നെ അത് കൂടാതെ ഒരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്ക് വെച്ചാൽ തന്നെ സ്പേസ് ബാക്കി കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഡ്യുവൽ സ്പ്ലിറ്റ് ഗ്രാബ് റെയിൽസ് ആണ് വരുന്നത്. വളരെ സ്പോർട്ടിയാണ്. അത് കൂടാതെ റിയറിലിരിക്കുന്ന പാസഞ്ചർക്ക് വളരെ പെട്ടെന്ന് കൈ എത്തിച്ച്
പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടും ഈ ഗ്രാബ് റെയിൽ തരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലി ആണ്, അതായത് നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ആ കീ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്യൂൽ ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് അടച്ചിട്ട് പോകാവുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. നമ്മൾ റോഡിൽ എവിടെ നോക്കിയാലും ഡിയോയെ എടുത്ത് അറിയാവുന്ന ഒരു ബാക്ക് സൈഡ് സ്പോർട്ടി ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ആണ്. അത് കൂടാതെ ലൈറ്റിൻ്റെ താഴെയായിട്ടൊരു കാർബൺ ഫൈബർ മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതാണ് ലൈറ്റ് വരുന്നത്. അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒരു റിഫ്ലക്ടർ വരും മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു അടിപൊളി വലിപ്പമുള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ള റിയർ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ CC വരുന്നത് 123 CC ആണ്. പവർ 6.8 കിലോവാട്ട് വരും. ടോർക്ക് 10.4 ന്യൂട്ടൺ മീറ്റർ വരുന്നുണ്ട്. 92 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. 50-55 റേഞ്ച് മൈലേജ് ഇപ്പോൾ കൺഫേം ആയിട്ട് തീർത്ത് കിട്ടുന്നുണ്ട്. വാഹനത്തിന് കിക്കർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡ് സസ്പെൻഷനും സ്പ്രിംഗ് ലോഡറാണ്. അതുകൂടാതെ 5 പോയിന്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ റോഡുകളനുസരിച്ച്, നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡുകളനുസരിച്ച് അതിൻ്റെ ടെൻഷൻ പോരെങ്കിൽ നമുക്ക് സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന നമുക്ക് കറക്റ്റ് കംഫർട്ടബിളായിട്ട് ഓടിച്ചു നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബാക്ക് സൈഡും ടയർ ഹഗർ വരുന്നുണ്ട്. ESP സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരുപാട് സമയം വണ്ടി ഐഡിയലായിട്ട് നിൽക്കുമ്പോൾ വണ്ടി തന്നെ ഓഫായി പോവുകയും ജസ്റ്റ് ഒന്ന് ആക്സിലേഷൻ അല്ലെങ്കിൽ ആ ത്രോട്ടിലൊന്ന് തിരിച്ചാൽ വണ്ടി തിരികെ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന ഒരു ടെക്നോളജി വരുന്നുണ്ട്. അത് ഒരുപാട് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ആക്റ്റീവയ്ക്കും ഡിയോയ്ക്കും പുതിയ മോഡൽ 2023-24 മോഡൽസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ടും സ്കൂട്ടറിന് വരുന്നുണ്ട്. അതായത് ഏത് സൈഡിൽ ബ്രേക്ക് പിടിച്ചാലും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ബ്രേക്കും പ്രൊപ്പോഷണലായിട്ട് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. മഫ്ലർ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് സൈലൻസർ മാറ്റിയിട്ടുണ്ട്. ഡ്യുവൽ ടിപ്പുള്ള മഫ്ലറാണ് വരുന്നത്. അതുകൊണ്ട് കുറേ കൂടി സൗണ്ട് മാറി നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. അത് അലൂമിനിയത്തിൻ്റെ ഒരു ഷീൽഡും സൈലൻസറിന് വരുന്നുണ്ട്. അതുകൂടാതെ ഫാനിനും സൈലൻസർ പൈപ്പിനും അഡീഷണൽ ഗാർഡ് വരുന്നുണ്ട്. നമ്മുടെ കാലൊരു കാരണവശാലും ഇതെല്ലാം ചൂട് കൊണ്ട് പൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. ടയർ ഹഗർ വരുന്നതുകൊണ്ട് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെളി അടിച്ച് കയറാനും വളരെയധികം ചാൻസ് കുറവാണ്. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡ് 10 ഇഞ്ച് ടയറേ വരുന്നുള്ളൂ. 10 ഇഞ്ച് അലോയ് വീൽ വരും. 130 mm ഡ്രം ബ്രേക്സും കമ്പനി തരുന്നത്. ഏകദേശം 1,14,000 രൂപയാണ് Dio 125 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അത് 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനാണ് 1.14 വരിക. താഴത്തെ വേരിയൻറ്റുകൾക്ക് അനുസരിച്ച് പൈസ കുറയും. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ എൻടോർക്ക് അതുപോലെ തന്നെ അവനീസ് അങ്ങനെ ഏത് സ്കൂട്ടർ നോക്കിയാലും ഈ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ Dio എടുക്കുന്നത് എന്തുകൊണ്ടാണ് മെച്ചമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ ഏത് സ്കൂട്ടർ എടുത്താലും ഒരു 3 വർഷം കഴിഞ്ഞ് റീസെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് റീസെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷ് ലോസ് വരുന്നതാണ്. അതുപോലെ തന്നെ സർവീസ് സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ സമയം നിങ്ങൾ Dio എടുക്കുകയാണെങ്കിൽ സ്പെയർ പാർട്സ് എല്ലാം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. എല്ലാ മെക്കാനിക്കുകളും നിങ്ങൾക്ക് സർവീസ് വരുന്നതാണ്. റീസെയിലും ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് 1.14 കൊടുത്ത് Dio എടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്തായാലും ഹോണ്ടയുടെ ഈ Dio എടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.